വാട്ട്സ്ആപ്പ് ബോയ്സ് സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്ക് അത് നമ്മൾ എറണാകുളം പോയിട്ട് എൻ്റെ ഊബർ 24 hours വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അതിനുവേണ്ടി കുറച്ച് ഓട്ടോ ഓടിച്ച് കളിക്കണം. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങുകയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ വീഡിയോ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ദാറ്റ്സ് മോസ്റ്റ് എക്സ്പെൻസീവ്, മോസ്റ്റ് ബിഗ്ഗസ്റ്റ്, ലോങ്ങസ്റ്റ്, എൻ്റർടൈനിങ്, വേറെ എന്തൊക്കെ പറയണം, ജാർഗൺ സിന്ധുകളിലൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് ട്രെയിനറിനെ പൊക്കാം. ട്രെയിനർ തകർത്തിട്ടുണ്ടല്ലോ വീഡിയോയിൽ. ഓ പറയണ്ട, ട്രെയിനറൊക്കെ അവിടെ ലീലാവിലാസങ്ങളാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലേ ഓൾറെഡി വീഡിയോ? കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയൂ വീഡിയോക്കകത്ത്. ബിഗ് ബോസ് ആയി. ബിഗ് ബോസ് ഒക്കെ ആക്കിയതിനെ എത്ര പൈസ പൊട്ടിന്നറിയോ? 1.5 ലക്ഷത്തിന്റെ അടുത്ത് പൊട്ടി എനിക്ക്. 1.5 ലക്ഷമോ? ആൾക്കാർ പറയുന്നത് 10,000 രൂപ മാറ്റി 50,000 കൊടുക്കുക. പിന്നെ 2 ലക്ഷം ആയി കിട്ടിയത് എനിക്ക്. അടിപൊളി. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിത് കണ്ടോ, എൻ്റെ വണ്ടി സർവീസായി കിട്ടി. ഇതിന് ബില്ല് നല്ല ഹെവി ബില്ലായിരുന്നു. സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് കുട്ടപ്പനായി തിരിക്കുക. ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ട് ഇതിനകത്ത്, 14 ലിറ്റർ കൊള്ളും. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, കുറേ നാളായിട്ട് നിങ്ങൾ എന്തൊക്കെ റെഡിയാക്കുന്നത്, വണ്ടിയുടെ സീറ്റ് മാറ്റിയാ? അതാണ് റെഡിയാക്കി കാണിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം റിസ്ക് ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കവർ ചെയ്തിടുകയാണ്. നമുക്ക് ഉപയോഗിക്കാം, ഇടക്കിടക്ക് ഉപയോഗിക്കാം. അല്ലെ പിന്നെയും നല്ലൊരു ബില്ലായിരിക്കും കിട്ടാൻ പോകുന്നത്. അതിനിപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5,000 രൂപ സർവീസായി. പിന്നെ 750 സീറ്റ്, 750 ഇത് ചെയ്യാനാണ് നല്ല. അപ്പോൾ പോകുന്നത് എന്തായാലും എറണാകുളം. ഇത് കണ്ട, ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫുട്ടേജ് കണ്ടിട്ടുവാ, ഞാൻ ഒരു സ്ഥലത്ത് പോയായിരുന്നു എൻ്റെ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓൾറെഡി ഞാൻ കുറേയൊക്കെ ചെക്ക് ചെയ്തായിരുന്നു ബ്ലഡ്. പക്ഷേ ഞാൻ വിചാരിച്ചു 1-2 കൂടി ഉണ്ട്. 1-2 കുറച്ചേറെ ഉണ്ട്. ഒന്നുകൂടെ എത്ര രൂപയാണെന്ന് നോക്കട്ടെ, ഞാൻ ചോദിക്കാം. തോടാസ ബഡാ ലിസ്റ്റ് എന്ത് കിടിലൻ ബില്ല് കാണാൻ നോക്കി. എല്ലാ ബ്ലഡ് ടെസ്റ്റും കൂടി ഒരു 8,000 രൂപയാവും. അപ്പോൾ അതിൻ്റെയാണിത്. ഏകദേശം 8,000 രൂപയുടെ ബ്ലഡ് ടെസ്റ്റാണ്. അത് ചെയ്യിപ്പിക്കാൻ ബാക്കിയുണ്ട്. പൈസ പോകുന്ന വഴി അറിയുന്നില്ല. ചാറ്റ് GPT ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ. പാവല്ലേ, വല്ലപ്പോഴൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ചാറ്റ് GPT. അതുകൊണ്ട് അവനെ കൊടുത്തേക്ക് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാനില്ലേ കുറച്ച് കാറ്റ് കയറിക്കോട്ടെന്നും പറഞ്ഞ് ഞാൻ വണ്ടി തുറന്നിട്ടപ്പോൾ മഴ പെയ്ത്. അപ്പോൾ സീറ്റെല്ലാം നനഞ്ഞ്. എനിക്ക് ചെറുതായിട്ടൊരു നനവ് ഫീൽ ആവുന്നുണ്ട്. നിനക്ക് ഫീൽ ആവുന്നില്ല? ചെറുതായിട്ടല്ല, കുറേ ഉണ്ട്. നമ്മൾ ട്രെയിനറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവനെ ഒന്ന് കോൾ ചെയ്തിട്ട് നമുക്ക് അവനെയും കൊണ്ട് പോകാം. ബോയ്സ്, നമ്മൾ ട്രെയിനറിനെ വിളിച്ചു. അവനിനി വരും. അവനുമായിട്ട് നമുക്ക് പോകാം. ട്രെയിനറിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ്സിൽ പറയുക കേട്ടോ. ട്രെയിനറിനെ ഓൾ ഇന്ത്യ ട്രിപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ അവന് മെയിൻലി കുറേ ഹിന്ദി ആയിരിക്കും. അപ്പോൾ അവന് ഹിന്ദി അറിയില്ല. പിന്നെ അവൻ എൻ്റെ കൂടെ ഓൾ ഇന്ത്യ ട്രിപ്പിന് വന്ന് അവൻ്റെ ജോലി തെറിക്കും. 2 കാരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി അടുത്ത 3 ആഴ്ചയിൽ തെറിക്കും ഞാൻ ഇവിടുന്ന്. ഞാനും ട്രെയിനറും ആണ് ആദ്യം പ്ലാൻ ഇട്ട്. ഇപ്പം ഞാനും എഡിറ്ററുമായിട്ട് പോകാനുള്ള പ്ലാനില്ല. ട്രെയിനർ എത്തിയിരിക്കുന്നു. സ്വർണ്ണ മാല. അവൻ ഒറ്റയ്ക്ക് ഫേമസ് ആയി. വീഡിയോ കണ്ടാ നീ? വീഡിയോ കണ്ടാ? രാവിലെ നമ്മള് മുട്ടയും എന്തെങ്കിലും കഴിക്കാൻ. കോഴി വന്നു. പുള്ളയിടാനോ വായില്? ഇത്ര കരുവില്ല. ഓക്കെ, കുറച്ചുകൂടി എരിവാണ് എനിക്ക്. ട്രെയിനാ കഴിക്കുന്ന നോക്കിയോ, ഈസി. എരിവില്ല അത്രയ്ക്ക്, എരിവ് കുറവാ. അപ്പോൾ ചേട്ടനാണ് നമുക്ക് ഓട്ടോ സെറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ ഓട്ടോ ആയാലും ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അന്ന് ചേട്ടൻ എന്നെ മെസ്സേജ് അയച്ചത്. അത് എവിടെയായിരുന്നു? ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നു. ഐശ്വര്യമായിട്ട് കയ്യിലോ കീ തന്നു എനിക്ക്. പുതിയ ഓട്ടോ ആണല്ലോ, പുതിയ ഓട്ടോ. എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കില്ല. അവിടെ നോക്കി സൂം ചെയ്തേ. പട്ടി. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കോയിൻസിഡൻസ്. അത് എവിടെ കണ്ട വീഡിയോ എന്ന് തോന്നുന്നു. ഞാൻ ഇത് കഴിക്കണേ. ആളാ, നമസ്കാരം. ആളാ, നമസ്കാരം. വീഡിയോ എങ്ങനെയുണ്ട്? കണ്ടു തീർന്നില്ല, തുടങ്ങിയേ ഉള്ളൂ. രണ്ടാമത്തെ വീഡിയോ. ഞാൻ ഒരു വ്ളോഗ്. ഞാൻ മറ്റേ ആ ഓട്ടോയുടെ ഒരു വീഡിയോ ഉണ്ട്, അതിന് വേണ്ടി ഒരു ഓട്ടോ നോക്കാൻ വന്നേ. രണ്ടാമത്തെ പ്രാവശ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. വേണം മറ്റേ ഓട്ടോക്കെ അതെനിക്ക് കാണുന്നില്ലായിരുന്നു. നേരെ ഇവിടെ ഇരിക്കുമായിരുന്നു എനിക്ക്. അത് ഇങ്ങനെ വെക്കൊണ്ടിരുന്ന ഹാൻഡ് ബ്രേക്ക്. ടോട്ടൽ റിവേഴ്സ് ബ്രേക്കിംഗ് ഉണ്ടോ? ഇത് റിവേഴ്സ് എന്ന് പറയുമ്പോ എങ്ങനെ? ഓ, ചെറിയ കൃഷ്ണനെ എവിടെ? താക്കലിന്റെ എവിടെ? ഇതാ. ഓ, ഇവിടെയാ.
ആ വണ്ടി ഓണായി. ആ ഓ അങ്ങനെ ഡ്രൈവ് മോഡാ ഇത്? ഇതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റടിക്ക് പോവല്ലേ? ഇൻഡിക്കേറ്റർ എവിടെയോ? അതെ എടുക്കുക. ഓ ഇത് കൊള്ളാം. ये उतना दिक्कत नहीं हो रहा है, बहुत आराम से जा रहा है. മറ്റേ CNG ഓട്ടോ അത് കുറച്ച് ഓടിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ചേട്ടൻ നല്ലതായിട്ട് ഓടിക്കുന്നത്. എനിക്ക് ഒരു സൈഡിലോട്ട് ഒരു വലി വെക്കായിരുന്നു നല്ലതായിട്ട്. ലെഗ് സ്പേസും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ലെഗ് സ്പേസും ഇല്ലായിരുന്നു. ഞാൻ കണ്ടായിരുന്നു വീഡിയോ. ഈ ബ്രേക്ക് ചെയ്ത് തിരിച്ച് മുമ്പിലോട്ട് തിരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് എത്ര? വണ്ടി 4 നീ ഓടുക? ഉള്ള ജോലി തന്നെ ഇവിടെ തീരുന്നില്ല. ഓടിക്കട്ടെ. രണ്ടെണ്ണത്തിലാണ് പോണത്. 2, 1, 3 ഇനി 4ാമത്തെ കൂടെ എനിക്ക് ഉറക്കണ്ടേ. ഇതിന് പെട്ടെന്ന് വളയോ ഇവിടെ തന്നെ? ഒറ്റടി അടിച്ചാൽ ഓട്ടക്കാരെ തെറി പറയണ പിള്ളേരുണ്ട് അല്ലേ? ഓ വളയും കേട്ടാ. കൊള്ളാം കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എത്ര കിലോമീറ്റർ പോകും ഇത്? 200+ പോവോ? 200+. വണ്ടി പോട്ടാ. അത് റിവേഴ്സ് എളുപ്പമായിട്ടാ. ആൾക്കാരെ പറ്റുകൊണ്ട് ഇങ്ങനെ ഓടിക്കില്ല. ആൾക്കാര് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനാണ് ഓടിക്കുന്നത്. അതൊന്നുമില്ല, ഒരു 10 മിനിറ്റ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് സെറ്റാണ്. 10 മിനിറ്റ് ഓടിച്ചാൽ മതി വണ്ടി. എന്റെ കയ്യിലാണ്. ഓട്ടോക്കാരനായി യൂട്യൂബർ മാറി ഓട്ടോക്കാരൻ. ഒരു 10 മിനിറ്റ് സ്ലോ എത്തത്തുള്ളൂ, പക്ഷെ എത്തിക്കും ഞാൻ. ഈ വണ്ടിക്കകത്ത് മോഡും ഉണ്ട് പല പല. അത് ഇതിങ്ങനെ നിൽക്കാനത് അവിടെ ആയിട്ട് മാറുന്ന കാണാം. റൈഡ് മോഡ്, റേസ് മോഡൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം സെറ്റാ. മൺഡേ നമുക്ക് നോക്കാം 24 മണിക്കൂർ ഓടുമ്പം എത്ര രൂപ ഉണ്ടാക്കാമെന്ന്. ഒരു 2-3 വട്ടം ചാർജ് ചെയ്യേണ്ടി വരും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. 2-3 ചാർജ് ഞാൻ റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ഇട്ടത് ഒടുക്കത്തെ 24 മണിക്കൂർ തള്ളി ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടി ആയതുകൊണ്ട് എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും. അതിനാൾ ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തിരിക്കുക കേട്ടോ. ഇവരിപ്പോഴും അവൻ്റെ വീഡിയോ കണ്ട് തീർത്തുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ 40 മിനിറ്റില്ലേ സമയം എടുക്കും. ചേട്ടൻ കണ്ടു തുടങ്ങിയായിരുന്നു, തീർത്തില്ല. പക്ഷെ എന്നാലും ഇതാ 2ാമത്തെ പ്രാവശ്യം ഒരാളുടെ വീട്ടിലോട്ട് എത്തും നമ്മൾ അതേ സമയത്ത്. ഇതിനു മുമ്പ് മറ്റേ ഇൻസ്റ്റാമാർട്ടിനകത്ത് ഞാനിങ്ങനെ ഓടുന്നതിനിടക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാളുടെ വീഡിയോ ഇല്ലേ, അതുപോലെ ഇപ്രാവശ്യം നടന്നത്. അല്ലല്ലേ എനിക്ക് വേണ്ട. 3 വേണ്ട. നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് ഓട്ടോ എടുക്കണം. മഴ പെയ്യുന്നു. ഒത്തിരി ഇതൊക്കെ എനിക്ക് തന്നെ മാനേജ് ചെയ്യേണ്ടി വരും ഈ സാധനം. എല്ലാവരും ഞാൻ ഓടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് റൈഡ് ഇതുവരെ ആയിട്ടില്ല. എന്തായാലും അടുത്ത വീഡിയോ ചെയ്യുമ്പോഴേ ഫസ്റ്റ് റൈഡ് ആകത്തുള്ളൂ. ഡ്രൈവിൽ ഇട്ട് ഞാൻ. ഇതിനകത്ത് മോഡ്സ് ഉണ്ട്. ചെറുതായിട്ടൊന്ന് കൂട്ടിയാൽ സ്പീഡ് കൂടും ഒറ്റടിക്ക്. 2 മോഡുണ്ട്. അതെ എൻ്റെ ഫോൺ അത്രയ്ക്ക് ഇളകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലോ ആക്കാം സൈഡിലോട്ട്. ഫോൺ ചെയ്തത് മറ്റേ വണ്ടി ഞാൻ ഓടിച്ചേനെ. അതിന് പക്ഷേ 2 മണിക്കൂറിട്ട് ഞാൻ ഓടിക്കേണ്ടി വന്നേനെ. ഇത് പിന്നെ 1/2 മണിക്കൂർ ചെയ്തപ്പോൾ തന്നെ സെറ്റായി. ഇത് ഒരു വീലിലായത് ഇടക്കിടക്ക് വല്ല കുഴിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് പോകും. നമുക്ക് തള്ളി നോക്കാം. നമ്മുടെ ഈ കയറില്ലല്ലേ, കയറിട്ട് വലിക്കായിരുന്നു. കയറുണ്ടെങ്കിൽ സുഖമാ, നേരെ റിവേഴ്സ് എടുത്താൽ മതി. തള്ളി ഇറക്കാം. ഇപ്പൊ എന്തായാലും വാഗ്നർ അല്ലേ, കുഴപ്പമില്ല. അതെ ഇൻസ്റ്റ റീൽസ് ഒക്കെ ഇല്ലേ ഇങ്ങനെ വണ്ടി സൈഡിൽ നിന്ന് നോക്കി ഈ വേണ്ട. ഇവിടെ ഷർട്ട് കയറി എന്താ ബോഡി ഷോ. എന്റെ വെള്ള ഡ്രസ്സ് ഞാൻ ഊരിട്ട് പറഞ്ഞിരിക്കുക. ഊരിട്ട് മസിൽ കാണിച്ച് പൊക്ക്. പക്ഷെ ഊരിട്ട് പൊക്കണം. പൊക്കിയില്ലെങ്കിൽ നാണക്കേടാ. അത് വാഗ്നർ ആയിരുന്നു. ഞാനും ട്രെയിനറും കൂടി മാത്രം നോക്കിയിരുന്നപ്പോൾ അത് പൊങ്ങിയാണ്. എനിക്ക് പിന്നെ കൂടുതൽ കിളച്ച് കഴിഞ്ഞാൽ ഉള്ള വെള്ളമെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇവന്റെ കൂടെ പോയിട്ട് കണ്ടെത്തി വീണതാ. അതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരി വെച്ചു. അത് കണ്ടിട്ടില്ലേ വ്ളോഗിലൊക്കെ ഉണ്ടത്. നമ്മൾ ഫോറം മോളിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം അടുത്ത വീഡിയോക്ക്. നിനക്കല്ല, എനിക്ക്. ആ നമുക്ക് അവിടെ നമ്മുടെ വൈറൽ ഗേൾ ഉണ്ടാകുന്നു. പറഞ്ഞിട്ടുണ്ട്. എന്ത്?
അവള് ചിലപ്പോൾ ഇവിടെ കാണും. ചെല്ലപ്പൻ ഇവിടെ കാണും. ചെല്ലപ്പൻ്റെയൊക്കെ ചോദിക്കേണ്ടി വരും, കാണുമായിരിക്കും. നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പ്ലേറ്റ് ഒക്കെ ഇറങ്ങി പൊട്ടിച്ചാലേ. എന്തിനാ അവളോട് പൈസ കൊടുക്കണ്ട, അവൾ കൊടുക്കത്തില്ല. കാണുന്നൊന്നുമില്ല അവളെ. നീ അകത്ത് പോയി തപ്പാനാണോ? സ്റ്റാഫൊക്കെ നോക്കണേ, ഡെയിലി വരുന്നില്ലേ. ഇതുവരെ ഒന്നും മേടിച്ചില്ല ഇവിടെ വന്നിട്ട്. നമുക്ക് എംപിക്ക് ബനിയൻ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. കാക്കി കളറിൽ ബനി ഷർട്ട് കിടക്കുന്നു. ഇല്ല അതല്ലേ, നമുക്ക് ആ ഓട്ടോ ഓടിക്കാൻ ഒരു കാക്കി ഡ്രസ്സ് മതി. ഹാഫ് കൈ 2495 രൂപ. എന്ത് കുഴപ്പമില്ല, നല്ല കുഴപ്പമാണ് അതൊക്കെ. ഒരു പ്രാവശ്യം ഇടുന്നതിന് ഇത്രയും വേണം. നമുക്ക് SMI പോയി എടുക്കാം. അവിടെ പോയി ആലപ്പുഴ പോയി ഒരു കാക്കി ഡ്രസ്സ് വേണമെന്നല്ല ഓട്ടോ ഓടിക്കാൻ. ഇത് മതിയെന്ന് തോന്നുന്നു. ഇത് നല്ലതാണ് എംപി. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എന്റെ കൈ കുറച്ച് ടൈറ്റാ. പിന്നത്തേക്കല്ല, ഇത് ഓട്ടോ ഓടിക്കുമ്പോൾ തന്നെ കൈയെല്ലാം വരഞ്ഞ് പൊട്ടുമെന്ന് തോന്നുന്നു. കൈ പൊക്കാനാ? ഇറ്റ്സ് എ റിസ്കി ഷർട്ട് ടു ബി ഓണസ്റ്റ്. ഇതിന്റെ പൊക്കത്തോടെ വിടില്ല, അതൊരു കുഴപ്പം. എനിക്ക് നോക്കട്ടെ. അത് വീഡിയോക്കകത്ത് കാണാൻ കുഴപ്പമില്ല, നല്ലതായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ വലിയ സൈസ് ആണ്, നമുക്ക് വേറെ ഏതെങ്കിലും വുഡ്ലൻഡിൽ നിന്ന് മേടിക്കാം കേട്ടാ. സൂസ് വെച്ചിട്ട് വരാം. തമ്മിൽ പിണങ്ങി പോകല്ലേ. ഈടാ ഇവനൊരു ഫുണ്ട തന്നെ. ഇപ്പൊ എച്ചനത്തിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് മേടിക്കാനായിട്ട് നമുക്ക് വുഡ്ലൻഡിൽ നിന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോയി മേടിക്കാം. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഷോർട്സ് കളക്ഷൻ നോക്കാം. ഇട്ടിട്ട് വരുന്ന ഇത് കൊള്ളാം. എനിക്ക് കൊള്ളത്തില്ല, കുഴപ്പമില്ല. നീ എന്ത് പറയുന്നു? എടാ വീട്ടിൽ ഇടാൻ പോലും കൊള്ളത്തില്ല ഇത്. കെട്ടി വെക്കാനുള്ളത് ഇത് ചാക്ക് കെട്ടുന്ന കെട്ടേണ്ടി വരും. പക്ഷെ കൊള്ളാം കേട്ടോ ഇത്, അല്ലേ? വീട്ടിൽ ഇടാനല്ലേ ഇത്? കുഴപ്പമില്ല, നല്ലായിരുന്നു തോന്നുന്നു. ഇത് കുഴപ്പമില്ല, മറ്റേ കൊള്ളത്തില്ല, ബ്ലാക്ക് കൊള്ളത്തില്ല. ടോബി അല്ലേ ഓജി, അതുകൊണ്ടാണ്. ടോബി കഴിഞ്ഞിട്ടില്ല. ട്രെയിൻ ഒറ്റയടിക്ക് വീഡിയോ ഒക്കെ ആയി വൈറലായി റിച്ച് ആയണെ കൊണ്ട് സ്വർണ്ണമൊക്കെ ആയിട്ട് ഒരാഴ്ച അതായിട്ട് പളയം പോകും. വർഷത്തിൽ 2 പ്രാവശ്യം അവനിങ്ങനെ മാല കിട്ടും ബാങ്കിൽ നിന്ന്, 2 ആഴ്ചത്തേക്ക്. മറ്റേ കുബേരൻ സിനിമയ്ക്ക് അത് ചെയ്യുന്നതൊക്കെ. നിനക്ക് സ്വർണ്ണം ഇടാനെങ്കിലും ഉണ്ട്, എന്നെ അതുപോലും ഇല്ല. മാട ഇവിടെ തന്നെയാ. ഇത് കിടിലൻ ലുക്കായിരിക്കും ഓട്ടോ ഓടിച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വുഡ്ലൻഡിലോട്ട് പോവാം. ലുലു മോളിൽ എനിക്ക് പോകുന്ന ഇഷ്ടമല്ല, പക്ഷേ ഇനി അവിടെ കൂടെ ഉണ്ട് വുഡ്ലൻഡ് അടുത്തായിട്ട്. അവിടെ പോവാം. ബട്ട് ട്രെയിനറിനെയൊക്കെ അത് ഊക്കിക്കൊണ്ടിരിക്കും എൻ്റെ ഗ്രൂപ്പിനകത്തിട്ടിട്ട്. അതാണ് ഇത്ര തിരക്കിലൂടെ സംസാരിക്കുന്നത്. അവൻ ആൾക്കാരുടെ കവളത്ത് പിടിച്ചിട്ട് ഉച്ചിന്ന് അതിനുള്ള കിട്ടിക്കൊണ്ടിരിക്കുക അവന്. എന്താ പേര്? അല്ല, കണ്ട സന്തോഷം. നമ്മൾ 2ാമത്തെ വുഡ്ലൻഡിൽ വന്നിരിക്കുകയാണ് വലിയ സൈസ് ട്രൈ ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ഗിവ് മീ വൺസ്. ഇത് കറക്റ്റല്ലേ? എന്ത് പറയുന്നത്? ബോഡി ആവുന്നുണ്ടോ? സെറ്റാണോ? വയറ് കുറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒടുക്കത്തെ ഫാസ്റ്റ് പ്രോഗ്രസ് ആണ്. എൻ്റെ മസിൽ മെമ്മറി എന്നൊക്കെ പറയുന്നത് കിടിലതാണ്. ബാക്കി ഫേക്ക് നാറ്റി കണക്കൊന്നുമല്ലേ ഞാൻ. ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റാകും. എനിക്ക് ഇതിനെക്കുറിച്ച് വലുതാക്കാം, പക്ഷെ നമുക്കൊരു അസ്തറ്റിക് പിടിച്ചാൽ പോരെ. ഫങ്ഷണലാണ് വേണ്ടത്. ട്രെയിനർ പതുക്കെ ഇറങ്ങും, അല്ലെങ്കിൽ ബൂബ്സ് കിടന്ന് ഇളകും. അപ്പോൾ ഇത് നമ്മൾ ഒരാളെ വിളിക്കുകയാണ്. എന്നെ കാണണമെന്ന്, ഇന്ത്യയുടെ പുറത്താണ് ജോലി ചെയ്യുന്നത്, എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞ് കേരളത്തിൽ വന്ന്, പക്ഷേ എന്നെ കാണാനുള്ള അവസരം കിട്ടിയില്ല. നാളത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഒമാനാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമുക്ക് സർപ്രൈസ് കൊടുക്കാം, വിളിക്കാം. ഹലോ ബ്രോ. ഞങ്ങളവിടെ സൂര്യ ഹോട്ടലിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാള് കക്ഷി നാളത്തേക്ക് ഒമാനി പോകാൻ പോവുകയായിരുന്നു. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വ്ളോഗിനകത്ത് എന്നെ കോൾ വിളിച്ചെന്ന് പറഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് പണ്ട്. ഫാമിലി ഇവിടെ ഉണ്ട്. ആണോ? നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലെത്തി. വലിയ വീടാണല്ലോ. നമസ്കാരം. ഓ ഹായ്. അപ്പോൾ നമ്മളവർക്ക് സർപ്രൈസ് കൊടുത്തു. അവരൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ. നമ്മളെപ്പോഴും സർപ്രൈസ് കൊടുക്കാൻ വളരെ വീരത്വം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതെ, നമ്മുടെ എഡിറ്ററിന് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. പല സബ്സ്ക്രൈബേഴ്സും സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. സർപ്രൈസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡിക്ഷണറിയിൽ. ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി എ ബിഗ് വീഡിയോ, ബിഗ് വ്ളോഗ്. യു ഗൈസ് ലൈക്ക് ബിഗ് വ്ളോഗ്സ്, നോ? ഐ എം ഗോണ മേക്ക് bigger vlogs. I'm gonna make bigger vlogs for you. Okay, take care, have fun.